സ്കൂളിൽ നിന്ന് വന്നിട്ട് രണ്ടുപേരും കൂടെ എന്താ ചെയ്യുന്നത് നോക്കാമേ. അയാനേ വന്നോടനെ ഇതും കണ്ടോണ്ടിരിക്കുക. എങ്ങനെയുണ്ട് നോയമ്പ്? നോയമ്പല്ലേ? അത് സാരമില്ല. നിങ്ങളെന്താ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇയാതെ കയറി അടയിരിക്കുന്നത്? വന്നപ്പോ മുതൽ ഞാൻ നോക്കൂ, എന്റെ രണ്ട് മക്കളെയും കാണുന്നില്ലല്ലോ. നോക്കിയപ്പോ ഇതിനകത്ത് കയറി AC ഇട്ട് ക്ലീനിങ് ഉണ്ട്. ഫിഷ് ക്ലീനിങ്. ആ, ടാങ്ക് ക്ലീൻ ചെയ്യാൻ. റൂം ക്ലീൻ ചെയ്യും. ഞാൻ ഇങ്ങോട്ട് കയറിയില്ല. അതേ കണ്ടോ, എല്ലായിടവും കിടക്കുന്നുണ്ടോ? എന്താ പരിപാടി? ക്ഷീണമാണോ ഇന്ന്? രാവിലെ അത്താഴത്തിനൊന്നും കഴിച്ചില്ലല്ലോ. അത്താഴത്തിന് കഴിക്കാതെ കിടന്നപ്പോഴേ ഞാൻ പറഞ്ഞു അത്താഴം കഴിക്കുക, അല്ലെങ്കിൽ ഇതാവൂന്ന്. പെട്ടില്ലേ? ഇനി ഒരിക്കലും അത്താഴം കഴിക്കാതിരിക്കരുത് കേട്ടോ. പിന്നെ എന്തു ഇന്ന് കഴിക്കാൻ ഏത്തക്കാപ്പം ഉണ്ടാക്കാം അല്ലേ? ഏത്തക്കാപ്പം, പിസ്സ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞോണ്ടല്ലേ പിസ്സ പറഞ്ഞോണ്ടിരിക്കുന്നത്. പിസ്സയ്ക്ക് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഏത്തക്കാപ്പം ഉണ്ടാക്കാം. രണ്ടെണ്ണം ഉണ്ടാക്കണേ. ചപ്പാത്തിയും മുട്ട റോസ്റ്റും. ചപ്പാത്തി ഒന്നും പരത്താൻ വയ്യടാ. എന്നാ പിന്നെ പൊറോട്ടയും മുട്ട റോസ്റ്റും ഉണ്ടാക്കാം. എന്തുവാ പ്ലീസ് പൊറോട്ടയും മുട്ട റോസ്റ്റും പ്ലീസ്. ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റാത്ത എനിക്ക് പൊറോട്ട. എന്നാ പൊറോട്ട വാങ്ങാം, മുട്ട റോസ്റ്റ് ഉണ്ടാക്കും. ഇടിയപ്പം ഉണ്ടാക്കാം. അയ്യേ, ഇടിയപ്പവും മുട്ട റോസ്റ്റും കൊള്ളത്തില്ലേ? നമ്മുടെ യൂട്യൂബ് ഇതിന്റെ ചാനലിന്റെ അടിയിൽ, ഇതിന്റെ വീഡിയോസിന്റെ അടിയിൽ കമന്റ് വരുന്നുണ്ടായിരുന്നു, ഭക്ഷണം മാത്രമേ ഉള്ളൂ. എനിക്ക് ഇടിയപ്പം വേണ്ട, എനിക്ക് പൊറോട്ട മതി. നീ അതിനൊന്നും പറഞ്ഞില്ല. അതെന്തേലും മാത്രമേ ഉള്ളൂ. അത് പ്രശ്നമില്ല, അങ്ങനെയൊക്കെ പറയും. നിങ്ങൾ കിടക്കുന്ന കണ്ടപ്പോൾ എനിക്കും കിടക്കാൻ തോന്നി. പക്ഷെ കിടന്നിട്ട് കാര്യമില്ല, 4 മണിയായി. ഇനി സമയമില്ല, പെട്ടെന്ന് പോയി ഫുഡ് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ. പിന്നെ ഉണ്ടാക്കിയതൊക്കെ കാണാം. ബൈ.